പാരഗൺ ബിരിയാണിയുടെ സ്വാദ് ഏറെ പ്രശസ്തമാണല്ലോ. ഇന്ന് നമുക്ക് അതേ ടേസ്റ്റിൽ ഒരു ചിക്കൻ ദം ബിരിയാണി വീട്ടിൽ തയ്യാറാക്കി നോക്കാം. വെൽക്കം ടു അവർ ചാനൽ ദ കുക്ക് ടോപ്പ് സ്റ്റോറീസ്. നമുക്കാദ്യം ബിരിയാണിയുടെ മസാല തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 മീഡിയം സൈസ്ഡ് സവാള നീളത്തിലരിഞ്ഞത്. ഇത് ഏകദേശം 350 ഗ്രാം വരുന്നുണ്ട്. 2.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 5 പച്ചമുളക് ഒന്ന് ചതച്ചെടുത്തത്, 3 തക്കാളി നീളത്തിലരിഞ്ഞത്. ഇത് ഏകദേശം 250 ഗ്രാം വരുന്നുണ്ട്. 1/2 കപ്പ് മല്ലിച്ചെപ്പ്, കുറച്ച് പുതിനയില, ഇത് 1/2 കപ്പിലും കുറച്ച് മതി, കുറച്ച് കറിവേപ്പില, 1/2 കപ്പ് അധികം പുളിയില്ലാത്ത തൈര്, കഴുകി വൃത്തിയാക്കിയ ലഗോൺ ചിക്കൻ 1 കിലോ. ഇനി നമുക്കൊരു കുക്കറിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച സവാള, തക്കാളി, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചതച്ച് വെച്ച പച്ചമുളക്, അതിൽ 1 ടീസ്പൂൺ മാറ്റി വെച്ച് ബാക്കി മൊത്തം ചേർക്കാം. പിന്നെ മല്ലിച്ചെപ്പ്, പുതിനയില, കറിവേപ്പില എന്നിവ ചേർക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കല്ലുപ്പാണ് ചേർക്കുന്നത്. കല്ലുപ്പ് ചേർക്കുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനി 1/2 കപ്പ് തൈരും കൂടി ചേർത്ത് കൈകൊണ്ട് നന്നായി തിരുമ്മി മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് പട്ട, 3-4 ഗ്രാമ്പു എന്നിവ ചേർത്ത് വീണ്ടും നല്ലപോലെ തിരുമ്മിയെടുക്കാം. അതിനുശേഷം കഴുകി വൃത്തിയാക്കിയ ചിക്കനും അതോടൊപ്പം 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങാ നീരും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയം നമുക്ക് ബിരിയാണിയിലേക്കുള്ള സവാളയും കാഷ്യൂവും മുന്തിരിയും വറുത്തെടുക്കേണ്ടതുണ്ട്. അതിനായി ഞാനിവിടെ 1.5 സവാള വളരെ നൈസായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് ചൂടാക്കാം. ഇതിലേക്ക് കാഷ്യൂ ചേർത്ത് കുറച്ചു കഴിഞ്ഞ് മുന്തിരിയും ചേർത്ത് വറുത്തുകോരി മാറ്റിവെക്കാം. ശേഷം നമുക്ക് സവാള കൂടി വറുത്തുകോരി മാറ്റിവെക്കാം. സവാള കരിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ബാലൻസ് വന്ന ഓയിൽ കളയരുത്. ഇത് തന്നെയാണ് നമ്മൾ മസാലയിലേക്കും റൈസിലേക്കും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂറിലേറെയായി. ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനു മുന്നേ ഇതിലേക്ക് നേരത്തെ മാറ്റിവെച്ച ഓയിൽ ചൂടാറിയതിനു ശേഷം അതിൽ നിന്നും 3 ടേബിൾ സ്പൂൺ ചേർക്കാം. ശേഷം 1/2 കപ്പ് വെള്ളവും 1 പിടി വറുത്തു വെച്ച സവാളയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതൊന്ന് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 5 മുതൽ 6 വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കാം. ലഗോൺ ചിക്കൻ ആയതുകൊണ്ട് ഇതിന് വേവ് കൂടുതലാണ്. കൂടാതെ ബ്രോയിലർ ചിക്കനെ പോലെ ഒരുപാട് വെന്തുടഞ്ഞു പോവുകയുമില്ല. 5 വിസിലിന് ശേഷം കുക്കറിലെ പ്രഷർ കംപ്ലീറ്റ് പോയതിനു ശേഷം അതിലേക്ക് 1.5 ടീസ്പൂൺ ബിരിയാണി മസാല ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ ഒരു 1 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. വെള്ളം ഒരുപാട് വറ്റിപ്പോകരുത്. അതിനു മുന്നേ തന്നെ അടുപ്പിൽ നിന്നും മാറ്റിവെക്കാം. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാം. അതിനായി ഒരു വലിയ പാൻ ചൂടാക്കി അതിലേക്ക് നേരത്തെ മാറ്റിവെച്ച ഓയിലിൽ നിന്നും 2 ടേബിൾ സ്പൂൺ ചേർക്കാം. അതിലേക്ക് 1/2 കഷ്ണം സവാള അരിഞ്ഞത് ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 3.5 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. അതിലേക്ക് 2 കഷ്ണം പട്ട, 5 ഏലക്ക, 5 ഗ്രാമ്പു, നേരത്തെ മാറ്റിവെച്ച 1 ടീസ്പൂൺ പച്ചമുളക് ചതച്ചത്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, പാകത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ചെറുനാരങ്ങാ നീര് എന്നിവ കൂടി ചേർത്ത് ഒന്ന് തിളയ്ക്കാൻ വെക്കാം. വെള്ളം തിളച്ചു വരുമ്പോൾ അതിലേക്ക് 20 മിനിറ്റ് കുതിർക്കാൻ വെച്ച ജീരകശാല അരി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. 70 to 80% വെന്ത് കഴിഞ്ഞാൽ അടുപ്പിൽ നിന്നും മാറ്റിവെക്കാം. ബാക്കി 20% നമ്മൾ ദമ്മിലാണ് വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ദം ചെയ്തെടുക്കാം. അതിനായി ഒരു സോസ് പാനിലേക്ക് ആദ്യത്തെ ലെയറായി മസാല ചേർക്കാം.
അതിനു മുകളിലേക്ക് റൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വറുത്തു വെച്ച സവാള, കാഷ്യൂ, ഉണക്കമുന്തിരി, മല്ലിച്ചപ്പ്, പുതിന എന്നിവ സ്പ്രെഡ് ചെയ്യാം. അതിനു മുകളിലേക്ക് കുറച്ച് ഗ്രേവി കൂടി ചേർക്കാം. ഇനി നമുക്ക് അതിനു മുകളിലേക്ക് ബിരിയാണി എസൻസ് വെള്ളത്തിൽ കലർത്തി കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിനു പകരം റോസ് വാട്ടർ ആയാലും കുഴപ്പമില്ല. ഇതുപോലെ നമുക്ക് അടുത്ത ലെയറും ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് 15 to 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. എൻ്റെ സോസ് പാൻ എയർ ടൈറ്റ് ആയതുകൊണ്ട് ഞാനിവിടെ സൈഡൊന്നും ചെയ്യുന്നില്ല. നിങ്ങളുടെ പാനിനനുസരിച്ച് നിങ്ങൾക്ക് മൈദമാവ് കൊണ്ടോ അലൂമിനിയം ഫോയിൽ കൊണ്ടോ എയർ ടൈറ്റ് ആക്കാവുന്നതാണ്. നമ്മുടെ ടേസ്റ്റി ചിക്കൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ please do like, share and comment. For more videos, please subscribe to our channel and follow us on Instagram at The Cooktop Stories.